ലിബ്രിയോഫീസ് മാത്ത് സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് സെറ്റ് ഓപ്പറേഷൻ എഴുതുന്നത്, ഫാക്ടറിയൽസ് എഴുതുന്നത്, നമ്പറിംഗ് ഉപയോഗിച്ചുള്ള ക്രോസ് റഫറൻസ് ഇക്വേഷൻസ്. ഇതിനായി കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ നമ്മൾ സൃഷ്ടിച്ച mathexample1.odt എന്ന വ്രൈട്ടർ ഡോക്യുമെന്റ് തുറക്കാം. ഒരു പുതിയ പേജിലേക്ക് പോകാനായി ഈ ഡോക്യുമെന്റിന്റെ അവസാന പേജിൽ എത്തിയിട്ട് കണ്ട്രോൾ Enter പ്രസ് ചെയ്യുക. സെറ്റ് ഓപ്പറേഷൻസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് 2 പ്രാവശ്യം Enter പ്രസ് ചെയ്യുക. ഇപ്പോൾ മാത്ത് കോൾ ചെയ്യാം. മുന്നോട്ട് പോകുന്നതിന് മുൻപ് ഫോണ്ട് സൈസ് 18 പോയിന്റ് ആയി വർദ്ധിപ്പിക്കുക. അലിഗ്ന്മെന്റ് ലെഫ്റ്റ് ആക്കുക. സെറ്റ് ഓപ്പറേഷൻസ് എഴുതുന്നത് എങ്ങനെയെന്ന് ഇപ്പോൾ പഠിക്കാം. സെറ്റ് ഒരു പ്രത്യേക തരം അംഗങ്ങളുടെ കൂട്ടായ്മയാണ്. ഇതിനെ കാണിക്കുന്നതിനായി Mathൽ പ്രത്യേകം മാർക്കപ്പ് ഉണ്ട്. സ്ക്രീനിൽ കാണുന്നത് പോലെ setsന് 4 ഉദാഹരണങ്ങൾ ഫോർമുല എഡിറ്റർ വിൻഡോയിൽ എഴുതുന്നു. 5 എലിമെന്റുകൾ ഉള്ള സെറ്റ് A, സെറ്റ് B, സെറ്റ് C, സെറ്റ് D, ഓരോന്നിലും അവയുടെ എലിമെന്റുകളും. ശ്രദ്ധിക്കുക, സെറ്റുകളുടെ ബ്രാക്കറ്റുകൾ എഴുതുന്നതിനായി ൽബ്രേസ്, ർബ്രേസ് എന്നീ മാർക്കപ്പുകൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ യൂണിയൻസ്, ഇന്റർസെക്ഷൻസ് തുടങ്ങിയ സെറ്റ് ഓപ്പറേഷനുകൾ എഴുതാം. ആദ്യമായി യൂണിയൻ ഓപ്പറേഷൻ എഴുതാം. B യൂണിയൻ Cയുടെ മാർക്കപ്പ് നമ്മൾ അത് വായിക്കുന്നത് പോലെ തന്നെയാണ്. ഇതിന്റെ ഉത്തരം സെറ്റ് 1, 2, 6, 4, 5 അതായത് 2 സെറ്റുകളിലെയും എല്ലാ അംഗങ്ങളും ഉൾപ്പെടുന്നു. ഇന്റർസെക്ഷൻ ഓപ്പറേഷന്റെ മാർക്കപ്പും നമ്മൾ അത് വായിക്കുന്നത് പോലെ തന്നെയാണ്. 2 സെറ്റുകളിലും പൊതുവായ അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇന്റർസെക്ഷൻ. അതിനാൽ B ഇന്റർസെക്ഷൻ Dയുടെ ഫലം 6 ആണ്. അതുപോലെ സെറ്റ് Aയുടെ സബ്സെറ്റ് ആണ് സെറ്റ് C. അതായത് Cയിലെ എല്ലാ അംഗങ്ങളും സെറ്റ് Aയിലും ഉണ്ട്. ഇതിന്റെ മാർക്കപ്പ് ആണ് C സബ്സെറ്റ് A. എലിമെന്റ്സ് വിൻഡോയിലെ മൂന്നാമത്തെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെറ്റ് operationsനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാവുന്നതാണ്. വ്യൂ, എലിമെന്റ്സ്, സെറ്റ് ഓപ്പറേഷൻസ്. ഇപ്പോൾ നമ്മുടെ വർക്ക് സേവ് ചെയ്യാം. ഫയൽ ക്ലിക്ക് ചെയ്ത് സേവ്. ഇപ്പോൾ ഫാക്ടറിയൽ ഫങ്ഷൻസ് എഴുതാം. നമ്മൾ ഇനി എഴുതാൻ പോകുന്ന 3 ഫോർമുലകൾക്ക് 1 മുതൽ 3 വരെയുള്ള നമ്പറുകൾ നൽകുന്നു. ഇത് വ്രൈട്ടർ ഡോക്യുമെന്റിൽ ഇവയെ ക്രോസ് റെഫർ ചെയ്യുവാൻ സഹായിക്കുന്നു. പുതിയ പേജിലേക്ക് പോകാനായി വ്രൈട്ടർ ഗ്രേ ബോക്സിന് പുറത്ത് 3 പ്രാവശ്യം സാവധാനത്തിൽ ക്ലിക്ക് ചെയ്യുക. കണ്ട്രോൾ പ്രസ് ചെയ്തിട്ട് Enter. ഫാക്ടറിയൽ ഫങ്ഷൻ ടൈപ്പ് ചെയ്യുക. 2 പ്രാവശ്യം Enter കൊടുക്കുക. ഇപ്പോൾ മാത്ത് കോൾ ചെയ്യുവാൻ നമുക്ക് അറിയാം. എന്നാൽ വ്രൈട്ടറിലേക്ക് മാത്ത് ഒബ്ജക്റ്റിനെ കൊണ്ടുവരുന്നതിന് മറ്റൊരു മാർഗമുണ്ട്. ഇതിനായി വ്രൈട്ടർ ഡോക്യുമെന്റിൽ FN എന്ന് എഴുതിയിട്ട് F3 പ്രസ് ചെയ്യുക. E=mc സ്ക്വയർഡ് എന്ന് കാണിക്കുന്ന ഒരു പുതിയ മാത്ത് ഒബ്ജക്റ്റ് ഇപ്പോൾ കാണുന്നു. അതോടൊപ്പം വലത് വശത്ത് പരാൻതീസിസിനുള്ളിൽ നമ്പർ 1ഉം കാണാം. ഇതിനർത്ഥം ഡോക്യുമെന്റിലെവിടെയും ഈ ഫോർമുല ക്രോസ് റെഫർ ചെയ്യുന്നതിന് നമ്പർ 1 ഉപയോഗിക്കാം. ഇത് ചെയ്യുന്നതെങ്ങനെയെന്ന് പിന്നീട് പഠിക്കാം. ഇപ്പോൾ മാത്ത് ഒബ്ജക്റ്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റിംഗ് ചെയ്യുക. ഫോണ്ട് സൈസ് 18, ലെഫ്റ്റ് അലിഗ്ന്മെന്റ്. ശരി, ഇപ്പോൾ ഫാക്ടറിയലിന് ഒരു ഉദാഹരണം എഴുതാം. ഫാക്ട് എന്ന മാർക്കപ്പ് ഫാക്ടറിയൽ അടയാളത്തെ പ്രതിനിധാനം ചെയ്യുന്നു. നിലവിലുള്ള ഫോർമുല ഓവർറൈറ്റ് ചെയ്യാം. 5 ഫാക്ടറിയൽ is equal to 5 into 4 into
3 into 2 into 1 is equal to 120. മാർക്കപ്പ് ശ്രദ്ധിക്കുക. പുതിയ മാത്ത് ഒബ്ജക്റ്റിൽ നമുക്ക് അടുത്ത ഫോർമുല എഴുതാം. ഇതിനായി ആദ്യം വ്രൈട്ടർ ഗ്രേ ബോക്സിന് പുറത്ത് 3 പ്രാവശ്യം സാവധാനത്തിൽ ക്ലിക്ക് ചെയ്യുക. പേജിന്റെ അവസാനത്തേക്ക് പോകുന്നതിനായി 3-4 പ്രാവശ്യം ഡൌൺ ആരോ കീ പ്രസ് ചെയ്യുക. രണ്ടാമത്തെ മാത്ത് ഒബ്ജക്റ്റിനായി FN ടൈപ്പ് ചെയ്ത് F3 പ്രസ് ചെയ്യുക. വീണ്ടും ഫോർമാറ്റിംഗ് ആവർത്തിക്കുക. ഫാക്ടറിയൽ ഡെഫിനിഷൻ ഉപയോഗിച്ച് നിലവിലുള്ള ഫോർമുല ഓവർറൈറ്റ് ചെയ്യുക. n ഫാക്ടറിയൽ ഈസ് ഇക്വൽ ടു പ്രോഡ് ഫ്രോം k ഈസ് ഇക്വൽ ടു 1 to n ഓഫ് k. മാർക്കപ്പ് പ്രോഡ് ശ്രദ്ധിക്കുക. ഇത് ഗുണിതത്തെ സൂചിപ്പിക്കുന്നു. ഇത് സങ്കലനത്തിന് വേണ്ടിയുള്ള സിഗ്മയ്ക്ക് സമാനമാണ്. ഇപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണത്തിൽ ചെയ്തതുപോലെ മൂന്നാമത്തെ മാത്ത് ഒബ്ജക്റ്റ് കൊണ്ടുവരാം. സ്ക്രീനിലേത് പോലെ ഫാക്ടറിയൽ ഡെഫിനിഷൻ 2 കണ്ടീഷണൽ ഫോർമുലകളായി എഴുതുക. മാർക്കപ്പ് ബൈനോം ശ്രദ്ധിക്കുക. ഇത് 2 എലിമെന്റുകളെ വെർട്ടിക്കൽ stackൽ കാണിക്കുന്നു. ഇത് നല്ല അലൈൻമെന്റ് നൽകാൻ സഹായിക്കുന്നു. ഈ ഫോർമുലകൾ എങ്ങനെ ക്രോസ് റഫറൻസ് ചെയ്യുമെന്ന് നോക്കാം. ഇതിനായി പുതിയ പേജിലേക്ക് പോകുക. ടൈപ്പ് ചെയ്യുക An example of factorial is provided here. ഇപ്പോൾ ഇൻസെർട്ട് മെനു എന്നിട്ട് ക്രോസ് റഫറൻസ് ക്ലിക്ക് ചെയ്യുക. പുതിയ പോപ്പപ്പിൽ ടൈപ്പ് ലിസ്റ്റിലുള്ള ടെക്സ്റ്റ് സിലക്റ്റ് ചെയ്യുക. എന്നിട്ട് സെലക്ഷൻ ലിസ്റ്റിൽ നിന്ന് ആദ്യത്തെ ഐറ്റം തിരഞ്ഞെടുക്കുക. ഇത് ആദ്യത്തെ ഫാക്ടറിയൽ ഫോർമുലയെ സൂചിപ്പിക്കുന്നു. ഇൻസെർട്ട് റഫറൻസ് ടൂൾ ലിസ്റ്റിൽ നിന്ന് റഫറൻസ് തിരഞ്ഞെടുക്കുക. ഇൻസെർട്ട് ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുക. നമ്മുടെ ടെക്സ്റ്റിന് ശേഷം പരാൻതീസിസിനുള്ളിൽ 1 കാണുന്നു. അതായത് നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞു. ഈ നമ്പറിൽ ക്ലിക്ക് ചെയ്ത് ഇത് പരിശോധിക്കാം. നമ്മൾ ആദ്യത്തെ ഫോർമുല എഴുതിയിടത്തേക്ക് കർസർ പോകുന്നത് ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് വ്രൈട്ടർ ഡോക്യുമെന്റിൽ മാത്ത് ക്രോസ് റഫറൻസ് ചെയ്യുന്നത്. നമ്മുടെ വർക്ക് സേവ് ചെയ്യുക. മാത്തിന് വേണ്ടിയുള്ള ചില റഫറൻസ് ലിങ്ക്സ് ഇവയാണ്. libreoffice.org ഡോക്യുമെന്റേഷൻ ലിങ്കിൽ നിന്നും ഗൈഡ്സ് ഡൗൺലോഡ് ചെയ്യുക. മാത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റുകൾ സന്ദർശിക്കാവുന്നതാണ്. അവസാനമായി ഒരു അസൈൻമെന്റ്. ഈ വ്രൈട്ടർ ഡോക്യുമെന്റ് ഉപയോഗിക്കുക. ഈ ട്യൂട്ടോറിയലിൽ ഉദാഹരണമായി നൽകിയ സെറ്റുകൾ ഉപയോഗിച്ച് A യൂണിയൻ ബ്രാക്കറ്റിനുള്ളിൽ B യൂണിയൻ C ഈസ് ഇക്വൽ ടു ബ്രാക്കറ്റിനുള്ളിൽ A യൂണിയൻ B യൂണിയൻ C ആണോ എന്ന് പരിശോധിക്കുക. A മൈനസ് Bയുടെ ഫലം എഴുതുക. രണ്ടാമത്തെയും മൂന്നാമത്തെയും ഫാക്ടറിയൽ ഫോർമുലകൾ വ്രൈട്ടർ ഡോക്യുമെന്റിൽ ക്രോസ് റഫറൻസ് ചെയ്യുക. ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് സെറ്റ് ഓപ്പറേഷൻസ് എഴുതുന്നത്, ഫാക്ടറിയൽസ് എഴുതുന്നത്, നമ്പറിംഗ് ഉപയോഗിച്ച് ഇക്വേഷൻസ് ക്രോസ് റഫറൻസ് ചെയ്യുന്നത്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ പ്രൊജക്റ്റ് ഏകോപിപ്പിച്ചത് spokentutorial.org. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ, IIT ബോംബേ. നന്ദി.